ഇത് ഏതാ വർഷമൊക്കെ എടുക്കുന്നത്? തായ്പിങ്ക് കായലും പൂട്ടൊക്കെ ഉണ്ട് ഇതില് 50 റുപ്യക്ക്. 50 റുപ്യ. ചെറിയ പുലാസ ഇതല്ലേ? ഇതിനും കുറച്ച് ചെറിയ കവറിൽ 400, അത് കഴിഞ്ഞു. ഇനിയിപ്പോ 500 ഉള്ളു. കിട്ടിയായിട്ട് ഒരു കണ്ണൂർ മാങ്ങ നമ്മളെ മൂവാണ്ട മുകളിൽ സീസൺ അല്ലാതെ കഴിക്കണ മാവാണ്. ചെറുനാരങ്ങ ഓൾ സീസൺ ലെമൺ. ഓൾ സീസൺ ലെമൺ അല്ലേ? ഇതേതാ സാധനം? സീസൺ അല്ലാതെ കഴിക്കണം. ട്രോപ്പിക്കൽ നമ്മളെ കാലാവസ്ഥ കഴിക്കണേ. നമ്മളെ കാലാവസ്ഥയിൽ സീസൺ അല്ലാണ്ട് കഴിക്കുന്ന ആഴ്ച വലുത് വേണി വേറെ നമുക്ക് കാണിച്ചു തരാം. അവിടെ കാണിക്കാം, സാമ്പിൾ കാണിക്കാം. നല്ല വലുപ്പം വരുന്നത് തായ്ക്കിങ് അല്ലേ? തായ്ക്കിങ് ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവും. വലിയ വലുപ്പം ഉണ്ടാവും സാധനം. തായ് ജംബോ, തായ് കിങ് എന്നൊക്കെ പറയുന്നത്. ശരിയാ, ജംബോ സപ്പോർട്ട് അല്ലേ? ഇത് ഏതാ വർഷമൊക്കെ എടുക്കുന്നത്? തായ്പിങ്ക് കായലും പൂട്ടൊക്കെ ഉണ്ട് ഇതില് 50 റുപ്യക്ക്. 50 റുപ്യ തായ്പിങ്ക് അല്ലേ? പേരിപ്പിച്ചേ അയ്യോ, കായലൊക്കെ ഉണ്ട്. നല്ല വേണ്ടത് കായലുണ്ട്. കായ നോക്കണ്ട, കായ പേരൊക്കെ ഒരു പേടിയും പേടിച്ചാൽ ചെറിയ ചട്ടിയിലുണ്ടാവും. ഈ ചെറുപ്പത്തിൽ തന്നെ കായ ഉണ്ടാവും അല്ലേ? പേരക്കൊക്കെ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ലേറാവുമ്പോ ഒരു ഇട്ടതാകുമ്പോ ഒരു ചെറിയ പുലാസ ഇതല്ലേ? എവിടുന്ന് പറഞ്ഞത്? കോട്ടയം. ചെറിയത് ഉണ്ടായിരുന്നു. ഇതിനും കുറച്ച് ചെറിയ കവറിൽ 400, അത് കഴിഞ്ഞു. ഇനിയിപ്പോ 500 ഉള്ളു. ഇത് 500. 500 ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് സ്ഥിരമായിട്ട് നഴ്സറിക്കാരൻ വന്നപ്പോ പിന്നെ കൊടുക്കാതെ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ അവർക്ക് കൊടുത്താണ്. അത് മൊത്തത്തിൽ കൊണ്ടുപോയി 20 എടുത്തു. ഓൻ സാധാരണ ഇതിനും വലുതാ കൊണ്ടുപോല്. കണ്ടപ്പോ ഓനക്ക് കവർ മാറ്റാനപ്പോ ഓനക്ക് കൊടുത്തു. അത് മൊത്തത്തിൽ കൊടുത്തു. ഇനിയിപ്പോ ഇത് 500 എന്തായാലും അത് വരും ഇല്ലേ? അഞ്ഞു വരും. കോട്ടയം ട്രിപ്പ് നമ്മള് പോകണ്ടേ? തിരുവനന്തപുരം ഉണ്ട്. ഇത് കോട്ടയം പുലാസ അല്ലേ? 500 രൂപയുടെ. 500 രൂപ. നമ്മളിപ്പോ ഈ മാസം തന്നെ 28-ാം തീയതി എടുക്കണ്ടേ? വരുന്നുണ്ട് സാധനം. തിരുവനന്തപുരം അല്ലേ? അതിലിങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഈ സാധനം ഉണ്ടാവും. മാംഗോസിനും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവും. ഈ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവും. കിട്ടിയായിട്ട് ഒരു കണ്ണൂർ മാങ്ങ നമ്മളെ മൂവാണ്ട മുകളിൽ സീസൺ അല്ലാതെ കഴിക്കണ മാവാണ്. മൂവാണ്ടം പോലെ സീസൺ അല്ലാണ്ട് കഴിക്കുന്നത്. ഇത് 200 ഉണ്ട്. ഇതിന് ചെറുതുണ്ട്, 500 ഉണ്ട്. ഇത് ടേസ്റ്റ് എങ്ങനെയാണ്? നല്ല രസമുള്ള മാങ്ങ. നല്ല ആരും ഉണ്ടാവില്ല. എത്ര വർഷം കൊണ്ട് കഴിക്കണത്? കറക്റ്റ് 2ാം കൊല്ലം കഴിക്കും. 2ാം കൊല്ലം കഴിക്കും. ഇനി ഇതൊരു മതി. ഒറ്റ കൊല്ലം മതി. ഇതൊറ്റ മതി. ഒരു കൊല്ലത്തേക്ക് കഴിക്കുന്നത്. കൊല്ലായതാണ്. ചെറുനാരങ്ങ ഓൾ സീസൺ ലെമൺ. ഓൾ സീസൺ ലെമൺ അല്ലേ? എപ്പോഴും ചെറുനാരങ്ങ ഉണ്ടാവും. ഏത് സമയത്തും ചെറുനാരങ്ങ ഉണ്ടാവുന്ന ഒരു തയ്യാണത്. ചെറുനാരങ്ങയുടെ ഫ്ലവർ ഇതാ കാണുന്നത്. വലുതാല കായുള്ള 200 റുപ്യ ഉള്ളൂ. 200 റുപ്യ കായുള്ളത്. ചെറുത് ഉണ്ടെങ്കിൽ 100 വേറെ കാണിച്ചു തരാം. ഇതിലിതാ കായ ഉണ്ടല്ലോ അല്ലേ? ചെറുനാരങ്ങ കായ ഇവിടെ ഉണ്ട്. അതാ ഇവിടെ വലുത് ഇവിടെ ഉണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെതാ നിറച്ച് കായുള്ളതാ. ഇതൊക്കെ കാണുന്നില്ല. ഇതൊക്കെ കായുള്ള അല്ലേ? ഇവിടെ കായ ഇവിടെ തന്നെ കാണുന്നതാ. പൂണ്ട്. എല്ലാത്തിനും നിറച്ച് തുരുതുരാ പൂണ്ട്. അങ്ങനെ കായായി വരും. ഈ കാണുന്നതൊക്കെ എന്താ വില? 200 റുപ്യ. അതിന് ചെറുതാണ് നമ്മളത്. അതിന്റെ ചെറു കവറ് 100 റുപ്യ. 100 റുപ്യ. ലേറാണ്. തയ്യല്ല കേട്ടോ. തയ്യല്ല, തയ്യുണ്ട്, കമ്മിയാണ്. ഇങ്ങനത്തെ ഐറ്റംസ് 100 റുപ്യ അല്ലേ? ഇതേതാ സാധനം? സീസൺ അല്ലാതെ കഴിക്കണം. ട്രോപ്പിക്കൽ നമ്മളെ കാലാവസ്ഥ കഴിക്കണേ. നമ്മളെ കാലാവസ്ഥയിൽ സീസൺ അല്ലാണ്ട് കഴിക്കുന്ന ഐറ്റം. 350 ഉണ്ട്. 350. സാധാ 150 മുതലുണ്ട്. സാധാ 150 തൊട്ടുണ്ടല്ലേ? ഇത് 350. ഓക്കെ. ഇത് സീസൺ ഇല്ലാണ്ട് കഴിക്കുന്നതാണല്ലേ? ഓ, ഭയങ്കര വലുപ്പമുണ്ടല്ലോ അല്ലേ? ഇത് മറ്റേ ഒരു ബോളിന്റെ ഒക്കെ വലുപ്പമുണ്ട്. ക്രിക്കറ്റ് ബോളിന്റെ ഒക്കെ വലുപ്പമുള്ള സപ്പോട്ട. 800 റുപ്യ. ഇതിപ്പോ എത്ര വർഷം ആയതാണ് വർഷമാക്കത്? ഇത് 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞു. ഇതിന് മൊത്തത്തിൽ എത്ര വർഷമാണ് കഴിക്കാന്? സപ്പോർട്ടൊക്കെ വെയിലുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് 6 മാസം കഴിക്കൽ തുടങ്ങും. 6 മാസം കഴിക്കുള്ളൂ അല്ലേ? ആഴ്ച വലുത് വേണി വേറെ നമുക്ക് കാണിച്ചു തരാം. അവിടെ കാണിക്കാം, സാമ്പിൾ കാണിക്കാം. നല്ല വലുപ്പം വരുന്നത്. തായ് കിങ് അല്ലേ? തായ് കിങ് ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവും. വലിയ വലുപ്പം ഉണ്ടാവും സാധനം. തായ് ജംബോ, തായ് കിങ് എന്നൊക്കെ പറയുന്നത്. ശരിയാ, ജംബോ സപ്പോർട്ട അല്ലേ? ജംബോ സപ്പോർട്ട. അത്യാവശ്യം നല്ല വലുപ്പമുള്ള, നല്ല ടേസ്റ്റും ഉണ്ടാവും. റെഡ് നല്ല മധുരം ഉണ്ടാവും. നല്ല മധുരം ഉണ്ടാവും. ഇത് 500 റുപ്യ വലുത്. നല്ല കായല്. ഇതിന് 500 റുപ്യ അല്ലേ? ഇതിന്റെ ചെറിയ തൈകളോ? ഇല്ല. ഇതിന്റെ വലുതുണ്ടോ? ഇല്ലേ, 3000 റുപ്യന്റെ ഒക്കെ ഉള്ളത്. ഇതേതാ നമ്മൾ 6 മാസമായിട്ടുള്ളൂ. ചെറിയ തൈ 500 റുപ്യന്റെ അല്ലായിരുന്നു. 500 റുപ്യന്റെ തൈ നമ്മൾ കവറിലും വെച്ചിട്ട് ഒരു 3 മാസം കവറിൽ വെച്ചതിന് ശേഷം നമ്മളിവിടെ വെച്ചിട്ട് 6 മാസമാണുള്ളൂ. 6 മാസമുള്ളൂ. നല്ല വലുപ്പമായല്ലോ അല്ലേ? നല്ല വലുപ്പം. അറച്ച് കാണേണ്ടത് പുറത്തൊക്കെ പൊട്ടിച്ചതാണ്. 10 റുപ്യ അങ്ങനെ വരുന്നു. ഇത് നിങ്ങളിപ്പോ എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തില്ല കാര്യമായിട്ട്? ഇത് നമ്മൾ വെറും ആട്ടുകാണ തന്നെ കൊടുത്തു. വേറെ ഒന്നും കൊടുത്തില്ല. 6 മാസം കൊണ്ട് ഇത്രയും വലുപ്പമല്ല, കായം ഉണ്ടാവില്ല അല്ലേ? ഇത് ലേറാകുമ്പോ വേഗം വലുതാവുണ്ട്. കുറച്ച് ടൈം എടുക്കും അല്ലേ? ഇതിപ്പോ നമ്മളെ ഒരു കൂട്ടുകാരൻ നമ്മളെ കാശ്മീർ നമ്മൾ ചെയ്താണത്. ഇതാണ് ഈ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്രോച്ച് ഗ്രാഫ്റ്റ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് ഇതിപ്പോ നമ്മളിവിടെ നിലത്തേക്ക് വെച്ചിട്ട് ഇപ്പൊ 6 മാസമായി. അത് നോക്കി നിങ്ങള്, അതായത് 6 മാസം, അതായത് 6 മാസം ആവണുള്ളൂ. 3 മാസം കഴിഞ്ഞ് 350 റുപ്യ തയ്യച്ച.
ഇതാണ് അതിന്റെ വലിയ തൈ വലിയ തൈയാണ് സെയിം ഇതിന്റെ 350 രൂപ തൈ വെച്ചതാണ്. അത് തൈയും ഗ്രാഫ്റ്റുള്ള മാറ്റാണ്, ഗ്രാഫ്റ്റ് സ്ലോ ആണ്. ഒരിക്കലും അബിയു ഗ്രാഫ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. ശരി, ഗ്രാഫ്റ്റ് വെക്കരുത്. അത് കാരണം പോയത്താണ്, കാരണം കായ പിടിക്കൂല, കായ പിടിച്ചാൽ തന്നെ കുറെ ടൈം എടുക്കും. കാരണം ഇത് മരം ആരോഗ്യം കിട്ടണ്ടേ. ആ ചെറുതിമ കായ പിടിച്ചാൽ താങ്കളെ ഒപ്പില്ല. ഇത് 350 രൂപ തയ്യാപ്പത്. അത് നമ്മൾ എത്തിക്ക് വെച്ചാണ് 3 മാസം കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോ 3 മാസം അപ്പൊ വെച്ചാണ് ചെയ്ത് ഇത് അതുപോലെ വെച്ചതാണ്. ഒരിക്കലും അബിയോ അപ്രോച്ച് ഗ്രാഫ്റ്റിന്റെ ആവശ്യമില്ല. വെറും സീഡ് തൈ കറക്റ്റ് ചെറിയ 350 തൈ വെച്ചാൽ 2 കൊല്ലം കായ്ക്കും. അതിന് തെളിവാണ് ഇപ്പൊ നമ്മളെ കണ്ടത്. അത് തായ്വാൻ വെച്ച തായ്വാൻ തന്നെ കായ്ക്കും. അതല്ലെങ്കിൽ സെറ്റ്വാറ വെക്കൊണ്ട് കുരു ഇടണമെങ്കിൽ അതന്നെ കായ്ക്കും. വേറെ അതന്നെ കിട്ടാൻ നടക്കാണ്ട് വേറെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സീഡ് മതി, ആ തയ്യായ മതി. ഓക്കെ. ജമന്തി ഇതേതാണ്? ജമന്തി പല കറകൾ മിക്സർ ആണ്. ജമന്തി പൂ വന്നതൊക്കെ രാവിലെ ഹോൾസെയിൽ ടീം വന്ന് കൊണ്ടുപോയി. ഇതുണ്ട്, നമ്മള് 3 100 ഇപ്പൊ ഈ പൂ ഇങ്ങനെ ആണ് സ്ഥിതിക്ക് 4 100 കൊടുക്കും. ഇത് ഇനിയിപ്പോ പൂവാൻ വലിയ സമയമൊന്നുമില്ലല്ലോ. ഒരാഴ്ച കൊണ്ടൊക്കെ പൂ വരും. ഒരാഴ്ചക്കുള്ളിൽ പൂ വരും. 4 100. 4 100 രൂപ അല്ലേ? ഓക്കെ. ഇത് റെഡ് ലേഡി. ഇത് റെഡ് ലേഡി പപ്പായ അല്ലേ? ഇതൊക്കെ ചെറിയ തൈകൾ എന്താ വില? ഇത് ഒറിജിനൽ ആണ്, 40 ആണ്. 1 40, 3 100. ഒറിജിനൽ. അപ്പൊ ഇതിന്റെ ഡ്യൂപ്ലി ഉണ്ടോ? സെക്കൻഡ് ഉണ്ടോ? വേറെ ഉണ്ട്. അതിന്റെ മുന്തിരി ഒക്കെ പൂവണ്ടില്ലേ? മുന്തിരി പൂട്ട് മുന്തിരി അല്ലേ? വേഗം കായ പിടിക്കും. വേഗം ബ്ലാക്ക് മുന്തിരിയാണ്, വേഗം കായ പിടിക്കുന്ന സാധനം. ശരി. ഓക്കെ. 40, 3 100. 3 100 രൂപ ഓഫറിൽ. 3 100. ഒന്നെടുക്കുമ്പോ 40. വെറൈറ്റി അനാറാണ്. ഇതെന്താ വെച്ചാൽ ഭഗവാർ എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി ആണ്. എല്ലാം കായ പിടിക്കുന്ന സൈസ് ആണിത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സീസണിൽ എപ്പോഴും കായ പിടിക്കുന്ന സൈസ് ആണ്. ശരി. വെറൈറ്റി അല്ലേ? വെറൈറ്റി ഉണ്ടല്ലേ? ഇത് കുറച്ച് വില ഉണ്ട്. സാധാരണ നമ്മൾ 50 റുപ്യന്റെ ഇതിലേറെ വലുതുണ്ട്. ഇത് 150 റുപ്യ ഉണ്ട്. 150 രൂപ. അപ്പൊ എന്താ പ്രത്യേകത? എന്താ അത് കുറച്ച് ശരിക്കും അല്ല നമ്മളെ സീസണിൽ എല്ലാം കായ പിടിക്കും. നമ്മളിവിടെ കായ്ക്കുന്ന സാധനമാണ്, അതുകൊണ്ടാണ് കുറച്ച് വില അല്ലേ? നീലാംബരി 20 റുപ്യക്ക്. 20 റുപ്യ അല്ലേ? ഇതിന്റെ വലുത് കൊണ്ട് 50 ഉണ്ട്, നല്ല വലുത്. നീലാംബരി വലുതുണ്ട് 50 റുപ്യ അല്ലേ? ഇതിന് 20 റുപ്യ പാക്കറ്റിന്. എണ്ണ അച്ചാനൊക്കെ എടുക്കണേ. എണ്ണ അച്ചാനൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലേ? ബാംഗ്ലൂർ പപ്പായ 1 40, 3 100. ഇത് ബാംഗ്ലൂർ പപ്പായ കേട്ടോ. 1 40, 3 എടുക്കുമ്പോ 100 രൂപ. സ്ട്രോബെറി 1 30, 4 100. 1 30, 4 100 സ്ട്രോബെറി അല്ലേ? 4 100. ഈ സ്ട്രോബെറി ഒക്കെ കായ്ക്കാൻ എത്ര സമയം എടുക്കും? സ്ട്രോബെറി ഒക്കെ വേഗം പൂ വരുന്നുണ്ടല്ലോ. എന്താ ചെറിയൊക്കെ പൂ കായ പിടിച്ചിരിക്കുന്നതാ. ഫ്ലവർ ഉണ്ട്. വലുതിമലൊക്കെ കായുണ്ട്. കായുണ്ടല്ലേ? സ്ട്രോബെറിക്ക് കുറച്ച് എല്ലുപൊടി കൊടുത്താൽ വേഗം പൂവും കായാവും. എല്ലുപൊടി കൊടുത്തിട്ട് വേഗം കായാവും അല്ലേ? മണ്ണിര കമ്പോസ്റ്റും കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. മണ്ണിര കമ്പോസ്റ്റാ? അതിനെ കൂടെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് സാധനം വരും അല്ലേ? ഓക്കെ. ഡാർക്ക് വെറൈറ്റി ആക്കിയിട്ട് അത് അനാറല്ലേ? ഫ്ലവർ ഇട്ട് കായിട്ടുള്ള അനാറ്. കായനല്ലത്? എന്താ പറഞ്ഞ? കുറ്റി. അതായത് ഡാർക്ക് വെറൈറ്റി ആണ്. അങ്ങനെ പടർന്നു പോകും, ഹൈറ്റ് പോവില്ല. ഹൈറ്റില് പോവില്ല, പടർന്ന് പിടിക്കുന്നതാണ് അല്ലേ? കായ പിടിക്കും ചെയ്യും. വേഗം കായ പിടിക്കും. എന്തായാലും വെറൈറ്റി ആണിത്. കാണാൻ രസമല്ലേ? കായ നല്ല രസമായിട്ട് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഇതെന്താ റേറ്റ് പറഞ്ഞേ? ഇതിപ്പോ നമ്മള് വേണമെങ്കിൽ 150 എന്തെങ്കിലും ഒരു ഓഫറിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് എടുക്കുമ്പോ 150. കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ഓഫർ തരും. ഇതെന്താണ്? വിക്സ് തുളസി. മധു തുളസിന്റെ മറ്റേത് മധു തുളസി 3 100. ചെടി മുരിങ്ങിണ്ട് 3 100. 3 രൂപ അല്ലേ? പക്ഷേ അതെന്താണ് സാധനം വന്നതാണോ അതോ കൊണ്ടുപോകാനുള്ളതോ? നമ്മളിപ്പോ അട്ടപ്പാടിക്കുള്ള മറ്റേ ഇതാണ്, അതായത് ബ്ലാക്ക് ലീഫ് തന്നെ ഇപ്പൊ പുതിയ ലോങ് അല്ലേ? 3000 റുപ്യ. അതിപ്പോ 2500 കൊടുക്കുന്നുണ്ട്. 2500. ഇതിപ്പോ മൊത്തം 80 പീസ് ഉണ്ട്. ഉള്ളിങ്ങനെ അങ്ങനെ അതൊക്കെ 80 മൊത്തം 80 പീസ് ഉണ്ട്. അത് മറ്റേ കുറച്ച് വൈറ്റ് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ ബ്ലാക്ക് കാഴ്ച കണ്ടോക്കുമ്പോ ബ്ലാക്കിനാണ് ഫുൾ ഓർഡർ. ശരി. ബ്ലാക്ക് കാഴ്ചത് കണ്ടു നോക്കുമ്പോ അതിനാണ് അവർക്ക് ഓർഡർ ഫുള്ള്. അവർക്ക് നല്ല പേരുള്ള സ്ഥലമാണ് അട്ടപ്പാടി ഏരിയ. ശരി. ഇതൊക്കെ വൈറ്റ് അല്ലേ ചെറുത് വരുന്നത്? പിന്നെ ഈ സാധനം കണ്ട് ഇതാണ്, അതായത് ട്രീ ഗ്രാപ്പ് കറി. മരമുന്തിരി വേറെ ടൈപ്പ് വരുന്നല്ലേ? ഇതൊക്കെ അവര് കൊണ്ടുപോകാൻ വേണ്ടി കയറ്റി വെച്ചാണ് സാധനമാണ്. വേറെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഉണ്ട്. ഇത് വിലയുള്ള ടൈപ്പാ? 5 റുപ്യ ഉണ്ട്. 5000 രൂപ വില ഉണ്ടല്ലേ? പിന്നെ മരമുന്തിരി ഇതൊക്കെ കായുള്ള അത് അവർക്ക് തന്നെ കൊണ്ടുപോകാൻ ചെറുത് ഒരു 6 റുപ്യന്റെ കായുള്ളത്. 6000 രൂപ വരുന്നത്. കായും പോയൊക്കെ കായ കണ്ട് 6 റുപ്യ മരമുന്തിരി കായ്ക്ക് 6000 രൂപ അല്ലേ? ഈ ട്രീ ഗ്രാപ്പ് വേണമെങ്കിൽ ഈ വലുപ്പത്തിൽ ഒന്നും കൂടി ഉള്ളു. പിന്നെ ചെറുതുള്ള 3 റുപ്യന്റെ ചെറുത്. ഇതിന്റെ ചെറുത് അല്ലേ? അത് 3000 രൂപ. ഏറ്റവും സ്റ്റോക്ക് ചെറുതുള്ള 3000 രൂപ. 3000 റുപ്യന്റെ ഇത് വലുതൊന്നും ഉണ്ടാവും.
വേറൊരു പീസ് വലുതും ഉണ്ട് അല്ലേ? ഓക്കെ, അതൊക്കെ ഇപ്പൊ ഇതൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടിയിലല്ലേ? അട്ടപ്പാടിക്ക് കൊണ്ടുപോകാൻ വെച്ചതാണിത്. ശരി, തോട്ട സെറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതല്ലേ? ഓക്കെ.